ഹായ്. അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്താണെന്നറിയാമോ? ഒരെണ്ണം ഇന്നലത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇന്നലെ പിലോപ്പി തിളപ്പിച്ചില്ലേ, അതിൻ്റെ 2 കഷ്ണം ബാക്കിയുണ്ടായി. അപ്പോൾ അപ്പനും മകനും ഇത് കൊടുക്കാം കേട്ടോ, ഇവിടെ വെച്ചെടുക്കാം. പിന്നെ ഇന്ന് ഞാൻ ആട്ടിൻ കറികൾ 1/2 കിലോ വാങ്ങിച്ചിട്ടാ. അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പാലേറി വെച്ചതാണ് ഒരു കറി. പിന്നെ ഒരു കറി എന്താണെന്നറിയാമോ? ഇടിച്ചക്ക തോരൻ. അപ്പോൾ ഒരു ചെറിയ ചക്ക കിട്ടി, അത് പകുതി എടുത്ത് ഞാൻ റെഡിയാക്കിയതാണ് കേട്ടോ. പകുതി എടുത്ത് തോരനുണ്ടാക്കി. അതാണ് സൺഡേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? അല്പം കരൾ കിട്ടിയിട്ടാ. കരൾ കറിയാണ്, ആടിൻ്റെ കരളാണ് കേട്ടോ. ഇത്തിരി ഗ്രേഡ് കൂടിയ കരളാണ്. അപ്പോൾ 1/2 കിലോ കരളാണ് കേട്ടോ മേടിച്ചേക്കണത്. അപ്പോൾ അത് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വിനാഗിരിയൊക്കെ ഇട്ട് റെഡിയാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സവാളയും ഒരു 4 പച്ചമുളകും മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കരൾ ഞാൻ ഉപ്പും മഞ്ഞളും ഒരല്പം വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 2 വിസിൽ വിട്ട് വേവിച്ചതാണ്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളക് ഇഞ്ചി സവാളയൊക്കെ ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പിക്കിടന്നൊന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ പൊടികളെല്ലാം അരപ്പാക്കി വെച്ചിരിക്കണേണ് കേട്ടോ. ഇത് കൂടുതലും മല്ലിപ്പൊടി എടുത്തേക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പേരിന് മുളക് പൊടി ചേർക്കണമെന്നില്ല, എന്നാൽ ഞാനൊരു ചെറുതായിട്ട് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് അരപ്പായിട്ട് കിടന്നൊന്ന് വാടട്ടെ. പൊടികളെല്ലാം ഞാൻ ചൂടുവെള്ളത്തിൽ കൂത്ത് വെച്ചിരുന്നു കേട്ടോ. കരൾ കറിക്ക് ഞാനെപ്പോഴും അരപ്പാണ് ഇടുന്നത് കേട്ടോ. പൊടികൾക്ക് പകരം അരപ്പ് മുരിച്ചാണ് വെക്കുന്നത്. അപ്പോഴാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ് വരുന്നത്. ഈ അരപ്പും സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഒന്ന് റെഡിയായി കിട്ടട്ടെ, ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തേ നമ്മൾ കരൾ കട്ട് ചെയ്ത് കരളങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതാണ് കരൾ. ഇത് 1/2 കിലോ കരളാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒപ്പം ആവശ്യത്തിനുള്ള വിനാഗിരിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കരളൊന്ന് അരപ്പിക്കിടന്നൊന്ന് സെറ്റാവട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അതിന് ശേഷം പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനേ മൂടി വച്ചിരുന്നു, അരപ്പിക്കിടന്നൊന്ന് സെറ്റാവാൻ വേണ്ടി. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ 1 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത്. 2-ാം പാലും 1-ാം പാലും മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ 2-ാം പാലാണ് ഒഴിച്ചത്. ഈ പാലിൽ കിടന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് റെഡിയാക്കി കിട്ടണം. എന്നിട്ട് നമുക്ക് നോക്കാം.
അപ്പം നമുക്ക് കരൾ കറി നോക്കാട്ടോ. ഇതിപ്പോൾ തിളച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ്, ഒന്നും കൂടി റെഡി ആവാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ. അപ്പോൾ നമുക്ക് കരൾ കറി നോക്കാട്ടോ. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റോളം ആയി മൂടി വെച്ചിട്ട്. മൊത്തം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിപ്പോൾ. ഇത്ര മതി. ഗ്രേവിയൊക്കെ കുറുകി എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാല്. ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകോട്ടാ. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആട്ടിൻ കരൾ പാല് കറി റെഡിയായി. ഓക്കെ. അപ്പോഴേ ഇന്ന് സൺഡേ ആയിട്ട് ഞാനൊരു ഇത്തിരി ഇടിച്ചക്ക തോരൻ വെക്കണേ കേട്ടോ. അപ്പോൾ ഒരു ഇടിച്ചക്ക കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു കിലോത്തോളം ഉണ്ടാവും കേട്ടോ ആ ഇടിച്ചക്ക. ഞാൻ പകുതി എടുത്തുള്ളൂ. പകുതി ഞാൻ എടുത്തിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് തോരനാക്കാം. ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുക് പൊട്ടിക്കാം. വേപ്പില, പച്ചമുളക്. ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന പീര ഇട്ട് കൊടുക്കാം. പീരയിൽ വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ചെറുജീരകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് ക്രഷ് ചെയ്ത പീരയാണ്. ഇതിലേക്ക് ചക്ക വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കുക്കറിലൊന്ന് ഒരു വിസിൽ വിട്ടട്ടാ. അതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തു. ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ തുറന്നിടണേണ്. ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടോ. ഒരു 5 മിനിറ്റോളം ഞാനിങ്ങനെ തുറന്നിട്ട് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സ്പെഷ്യലായ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാം. അപ്പോൾ മീൻ ഞാൻ എടുക്കുന്നില്ല, 2 കഷ്ണമേ ഉള്ളത്. അപ്പോൾ ഈ കറി ഇത്തിരി എടുക്കാം. ഇതിൻ്റെ ചാറാണ് കേട്ടോ എനിക്കിഷ്ടം, ഗ്രേവി.
പിന്നെ ഈ തോരൻ ഇത്ര അധികം എടുക്കാം. ഞാൻ പണ്ടെപ്പോഴോ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട് ഈ സംഭവം. അതിൻ്റെ മുള്ള് കളയാനാണ് കേട്ടോ പണി. അതൊരു റിസ്ക് തന്നെയാണ്. പൊളിയാണ് കേട്ടോ. ഗ്രേഡ് കൂടിയ കരളാണ്, അപ്പോൾ അതുപോലെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇടിച്ചൊക്കെ നോക്കട്ടെ കേട്ടോ. അടിപൊളി, സൂപ്പറാട്ടോ. പൊളിയാണ്. അപ്പം ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ്. പിലോപ്പി തിളപ്പിച്ചത്, കരൾ കറി, ഇടിച്ചക്ക തോരൻ. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവരും ജാൻസി സ്പെഷ്യലിനൊന്ന് ഓർത്തേക്കണേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കേ.